എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ഭാഗവതത്തിലെ പ്രസക്തമായ ഒരു ഭാഗമാണ്. അതായത് പ്രദ്യുമ്നൻ്റെ വിവാഹവും രുക്മിണിയുടെ വധവും. ഇത് രണ്ടും കൂടിയൊക്കെ പറയാൻ പോകണം. അപ്പോൾ അതിൻ്റെ മുമ്പിലുള്ളത് ഞാൻ വളരെ കുറച്ച് സംക്ഷിപ്തമായി പറയാം. അതിനുശേഷം ഇതിലേക്ക് കിടക്കാം. വിദർഭ രാജാവാണ് ഭീഷ്മൻ. അദ്ദേഹത്തിന് 5 പുത്രന്മാരും ഒരു പുത്രിയും. മൂത്ത പുത്രൻ്റെ പേരാണ് രുക്മി ആൻഡ് പുത്രിയുടെ പേര് രുക്മിണി. രുക്മിണി എപ്പോഴും ശ്രീകൃഷ്ണനെ തന്നെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. വിവാഹത്തിന് മുമ്പ് ഭീഷ്മകനും ഭാര്യയ്ക്കും അദ്ദേഹത്തിനും വിവാഹം ചെയ്തു കൊടുക്കാനും ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ രുക്മി ആകട്ടെ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ചേതി രാജാവായ തൻ്റെ ഒരു ചേതി രാജാവായ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവല്ല സ്നേഹിതൻ, അതായത് ശിശുപാലൻ. ചേതി രാജാവാണ് ശിശുപാലന് വിവാഹം ചെയ്തു കൊടുക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ സ്വയംവരം ആയി. ഈ വിവരം ശ്രീകൃഷ്ണൻ ഒരു ബ്രാഹ്മണൻ മുഖാന്തരം അറിഞ്ഞു. അദ്ദേഹം ഉടനെ സ്വയംവരത്ത് വന്നു. ഇവിടെ വന്ന് രുക്മിണിയെ തട്ടിക്കൊണ്ടുപോയി. ഈ ദേശത്തിൽ രുക്മിണിയും എല്ലാവരും കൂടെ അവിടെ അദ്ദേഹത്തോട് യുദ്ധം ചെയ്തു. തോറ്റു എന്ന് മാത്രമല്ല അപമാനിക്കപ്പെട്ടു. താടിയും മീശയൊക്കെ പിടിച്ച് അപമാനിക്കപ്പെട്ടു. ഇത് രുക്മിണിക്ക് സഹിക്കാൻ വയ്യാതെയായി. രുക്മിണി അപ്പോൾ അവിടുന്ന് ഒരു സത്യം ചെയ്തു, ഇനി ഞാൻ ശ്രീകൃഷ്ണനെ വധിക്കാതെ ദ്വാരകയ്ക്ക് വരില്ല എന്ന് പറഞ്ഞ് സത്യം ചെയ്ത് വിദർഭ രാജ്യത്തിൽ പോയി ഭോജഘടകം, വിദർഭ രാജ്യത്തിൻ്റെ ഒരു വശത്തെ ഭോജഘടകം എന്ന ഒരു സ്ഥലത്തെ കോട്ട കെട്ടി അവിടെ താമസം തുടങ്ങി. അങ്ങനെ ശ്രീകൃഷ്ണനും രുക്മിണിക്കും കൂടി ഒരു പുത്രനുണ്ടായി. ആദ്യത്തെ പുത്രനാണ് പ്രദ്യുമ്നൻ എന്നൊരു പുത്രൻ ജനിച്ചു. പ്രദ്യുമ്നൻ എന്ന് പേര് കൊടുത്തു. ഈ പ്രദ്യുമ്നൻ്റെ ചില വിശേഷങ്ങൾ, ഇദ്ദേഹത്തിൻ്റെ കഥയെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എങ്കിൽ കൂടി വിശേഷങ്ങൾ ഒന്നുകൂടെ പറയാം. ഈ പ്രദ്യുമ്നൻ കാമദേവൻ്റെ 2ാമത്തെ ജന്മമാണ്. അദ്ദേഹം കാമദേവൻ്റെ 2ാമത്തെ ജന്മം. ശംഭരനെ വധിച്ചാൾ രുക്മിണിയുടെ മരുമകൻ, അതായത് രുക്മിണിയുടെ സഹോദരിയാണല്ലോ മരുമകൻ, ഭീഷ്മകൻ്റെ പേരക്കുട്ടി. ഇനി രതി എന്ന സ്ത്രീയുടെ, അതായത് പുഷ്പബാണൻ്റെ ഭാര്യയായിരുന്നു രതി പിന്നീട് മായാവതി എന്ന രൂപത്തിൽ വന്നിരുന്നു, അവരുടെ ഭർത്താവ്. എന്നിങ്ങനെ പല വിശേഷങ്ങളുണ്ട്. അപ്പോൾ രുക്മിക്ക് ഒരു പുത്രി ഉണ്ടായി, രുക്മാവതി പ്രായപൂർത്തിയായി. രുക്മാവതിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ പ്രദ്യുമ്നനെ വിവാഹം കഴിക്കണം എന്ന്. അപ്പോൾ കൃഷ്ണനും രുക്മിണിക്കും അത് ഇഷ്ടമായിരുന്നു. അപ്പോൾ പ്രദ്യുമ്നും ഇഷ്ടമായിരുന്നു. പക്ഷേ പഴയതുപോലെ മകളുടെ വിവാഹം ഇദ്ദേഹം രുക്മി ഉറച്ചു, സ്വയംവരമൊക്കെ ഉറച്ചു. ഈ വിവരം പ്രദ്യുമ്നൻ അറിഞ്ഞു. പ്രദ്യുമ്നൻ വന്ന് തൻ്റെ അച്ഛൻ ചെയ്യുക രുക്മിണിയെ ചെയ്ത പോലെ തന്നെ ഈ രുക്മിയും കൊണ്ട് വിവാഹം കഴിച്ചു. അപ്പോൾ കൃഷ്ണനോടുള്ള വൈരാഗ്യം 2 കഴിഞ്ഞു. അപ്പോൾ ഇദ്ദേഹം സാംബശിവൻ, അതായത് ശിവനെക്കുറിച്ച് തപസ് ചെയ്ത് എങ്ങനെയെങ്കിലും ഇവരെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോട് അദ്ദേഹം പ്രസാദം ചെയ്തു പറഞ്ഞു. രുദ്രൻ പ്രസാദം ചെയ്ത് ഒരു ശാപവും കൊടുത്തു, ഒരു വരവും കൊടുത്തു. ശത്രുരൂപത്തിൽ, ശ്രദ്ധിക്കണം, ശത്രുരൂപത്തിൽ നാരായണനോ അദ്ദേഹത്തിൻ്റെ രൂപത്തിലുള്ള മറ്റാരെങ്കിലും, അവതാരത്തിലുള്ള മറ്റാരെങ്കിലും വന്ന് സംഘർഷണമൂർത്തിയോ മറ്റേ വന്നാൽ മാത്രമേ നിന്നെ വധിക്കാൻ സാധിക്കുള്ളൂ, മറ്റാരാളും വധിക്കാൻ പറ്റില്ല എന്നൊരു വരവും കൊടുത്തു. അങ്ങനെ അദ്ദേഹം അവിടെ തന്നെ കഴിച്ചുകൂട്ടി. അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞ സമയത്ത് ഇദ്ദേഹത്തിന് സ്വയം ഒരു മനമാറ്റം വന്നു. എന്തിനാ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വിചാരിച്ച് തൻ്റെ പുത്രൻ്റെ പുത്രിയെ ഈ പ്രദ്യുമ്നൻ്റെ മകനെ വിവാഹം കഴിച്ചു കൊടുത്തു.
പ്രദ്യുമ്നൻ്റെ മകനെ വിവാഹം കഴിച്ചു. അങ്ങനെ ബന്ധം ശക്തിയായി, കുറച്ചുകൂടെ ശക്തിപ്പെടുത്തു. അതാരണം എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും പറയാം കേട്ടോ, ഒരിക്കൽ കൂടി പറയാം. വീണ്ടും ശക്തിപ്പെടും. അങ്ങനെ ആരോഗ്യങ്ങളൊക്കെ തീർന്ന് അദ്ദേഹം ബോധഘടകത്തിൽ തന്നെ താമസം തുടങ്ങിയിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം കലിംഗ രാജാവ്, അദ്ദേഹം ഇവരും വലിയ കൂട്ടുകാരനാണ്. ഈ രുക്മിയും കലിംഗനും കൂടെ വലിയ ഈ രുക്മിയുടെ കൂട്ടുകെട്ടൊക്കെ മഹാമോശമാണ്. എത്ര ഭീഷ്മകനെ പോലെയല്ല, അച്ഛനെ പോലെയല്ല ഇയാൾ. അങ്ങനെ ഉണ്ടാവില്ലല്ലോ, പലയിടത്തും നമ്മൾ കാണുന്നുണ്ടല്ലോ. ഈ രുക്മിയുടെ കൂട്ടുകെട്ട് ശിശുപാലൻ, ദന്തവക്രൻ, കലിംഗൻ, ഇങ്ങനെ ദുഷ്ടന്മാരായ രാജാക്കന്മാരായിരുന്നു ഏറ്റവും വലിയ കൂട്ടുകാർ. അങ്ങനെ കലിംഗനും ഇദ്ദേഹം കൂടി ഒരു ദിവസം വീട്ടിലിരുന്ന് ഇങ്ങനെ ചർച്ചകൾ ചെയ്തിരുന്നു. ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ചൂത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കലിംഗൻ എന്തു പറഞ്ഞു? കലിംഗൻ ഭയങ്കര അസൂയക്കാരനാണ്. കലിംഗൻ എന്തു പറഞ്ഞു? രുക്മിക്ക് ഇനി പേടിക്കാനില്ല. എന്താ വെച്ചാൽ ശ്രീകൃഷ്ണൻ സ്വന്തം മരുമനായി കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ പുത്രനും കഴിക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ബന്ധം നിങ്ങൾക്ക് ഇനി ലോകത്ത് നിങ്ങളെ ആരും കീഴടക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞു. ഇയാൾ നല്ലോണം പൊങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പക്ഷേ ഒരു കാര്യമുണ്ട്, എത്രയായാലും നീ അപമാനിക്കപ്പെട്ടവനാണ്. നീ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ആ കണ്ണുകൊണ്ട് നിന്നെ നോക്കുള്ളൂ. അമ്മായച്ഛൻ വന്നു എന്നൊന്നും അവർ ചെയ്യില്ല, ഇത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് കുറേ അങ്ങനെ കയറ്റി പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിനത് ശരിയാണ് എന്ന് വെച്ചാൽ കഷ്ടകാലമായി എന്നർത്ഥം, ശരിയാണ് എന്ന് തോന്നി. ഇനി എന്താ പോകുമ്പോഴേ? അപ്പോൾ കലിംഗൻ പറഞ്ഞു, അതിനൊരു വഴിയുണ്ട്, നമ്മളൊരു കാര്യം ചെയ്യാം. ചൂത് കളിക്ക് ബലരാമനെ വിളിക്കാം, അല്ലെങ്കിൽ കൃഷ്ണനെ വിളിക്കാം. അപ്പോൾ രാജാക്കന്മാർക്ക് വിധിച്ചതാണല്ലോ, ക്ഷത്രിയന്മാർക്ക് വിധിച്ചതാണല്ലോ ചൂത് കളി. അപ്പോൾ അവർ വരാതിരിക്കില്ല. മത്സര രൂപത്തിൽ നമ്മൾ വിളിക്കേണ്ട, സാധാരണ രൂപത്തിൽ വിളിക്കുക. മത്സരിച്ച്, അതായത് പന്തയം, ഇന്ന് തോറ്റാൽ ഇത്, ജയിച്ചാൽ ഇത്, അങ്ങനെ പന്തയത്തിന് വേണ്ടി വെറുതെ നമ്മൾ വിളിക്കാം എന്ന് പറഞ്ഞു. ഈ വിവരം കൃഷ്ണന് കിട്ടി. അപ്പോൾ ബലഭദ്രസ്വാമി പറഞ്ഞു, ശരി ചൂത് കളിക്കാം. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, സൂക്ഷിച്ച് കളിക്കണം കേട്ടോ, ചൂത് കളിയാണ്, സൂക്ഷിച്ചു. ബലരാമന് പെട്ടെന്ന് ദേഷ്യം വരുന്നു. അത് നീ എന്നെ ഉപദേശിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കറിയാം എന്ന് പറഞ്ഞു. ചൂത് കളി തുടങ്ങി. സൗഹാർദ്ദത്തിലുള്ള ചൂത് കളിയാണ് കേട്ടോ, അത് പ്രത്യേകം പറയാം. മഹാഭാരത യുദ്ധത്തിന് മുമ്പ് നടന്ന ആ ചൂത് കളിയല്ല അത്. സൗഹാർദ്ദം, രണ്ടുപേരും സ്നേഹിതന്മാരെ പോലെ നടിച്ചിട്ട്, ഇയാൾ നടിക്കുകയായിരുന്നു, പക്ഷെ ബലഭദ്രസ്വാമി നിഷ്കളങ്കനായതുകൊണ്ട് നടിച്ചില്ല എന്ന് മാത്രം ചോദിച്ചു. അപ്പോൾ ആദ്യത്തെ കളിയിൽ ബലഭദ്രൻ ജയിച്ചു. ജയിച്ച സമയത്ത് എല്ലാവരും പറഞ്ഞു ബലഭദ്രസ്വാമി ജയിച്ചു എന്ന് പറഞ്ഞ സമയത്ത് ഇദ്ദേഹം പറഞ്ഞു, അല്ല നമുക്ക് ഇനിയും ഒരിക്കൽ കൂടെ കളിക്കാം, 2-3 കളിയല്ലേ കളിക്കാൻ പറഞ്ഞ സമയത്ത് രണ്ടാമത് കളിച്ച സമയത്ത് ഈ ബലഭദ്രസ്വാമി എന്നെ വാസ്തവത്തിൽ ജയിച്ചത്. പക്ഷെ കലിംഗനും രുക്മിയും കൂടെ എന്ത് പറഞ്ഞു, രുക്മിയുടെ ആൾക്കാരും കൂടെ എന്ത് പറഞ്ഞു, രുക്മിയാണ് ജയിച്ചത് എന്ന് പറഞ്ഞു. അങ്ങനെ വാക്ക് തർക്കമായി. ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു. ശരി, ഒരിക്കൽ കൂടെ കളിക്കാം, എന്തോ ആവട്ടെ. കള്ളച്ചൂതൊന്നുമല്ല, ശരിയായ ചൂത് തന്നെയാണ് കളിച്ചത്. മൂന്നാമത് പ്രാവശ്യം കളിച്ച സമയത്തും ബലഭദ്രസ്വാമി ജയിച്ചു. ജയിച്ച സമയത്ത് ഇവർ പിന്നെയും സമ്മതിച്ചില്ല, ഞങ്ങളാണ് ജയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ബഹളമായി. ഇങ്ങനെ ആയ സമയത്ത് അദ്ദേഹത്തിന് ഭയങ്കര കോപം വന്നു, ദേഷ്യം വന്ന സമയത്ത് അങ്ങനെ യുദ്ധമായി. യുദ്ധമായ സമയത്ത് രുക്മിയെ കൊന്നു. ആരെ? ബലഭദ്രസ്വാമി രുക്മിയെ കൊന്നു. അതെന്താ രുക്മിയെ ബലഭദ്രസ്വാമി കൊല്ലാൻ ബാക്കി? അതാ പറഞ്ഞത്, ശ്രീപരമേശ്വരൻ കൊടുത്ത ഒരു വരവും ശാപവും എന്താണ്? ഒന്നുകിൽ നാരായണൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രൂപത്തിലുള്ള അവതാരത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അനന്തൻ എന്നെടുത്ത് പറയുകയുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യാലെ മൃതി നമുക്ക് മൃത്യുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇതും കഴിഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പുത്രി ആരാണ്? പുത്രൻ്റെ പുത്രിയെ കല്യാണം കഴിച്ച് കൊടുത്തു പറഞ്ഞു. പുത്രൻ്റെ പുത്രി പേര് ലോചന എന്നാണ്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുത്രൻ അതിനു മുമ്പ് ഉഷയെ ഒരു വിവാഹം കഴിച്ചിട്ടുണ്ട്. അത് പിന്നീട് നമുക്ക് പറയാം. പ്രദ്യുമ്നൻ്റെ പുത്രൻ അനിരുദ്ധൻ എന്നാണ് പേര്. അനിരുദ്ധൻ ഉഷയെ ആദ്യം ഒരു വിവാഹം കഴിച്ചിട്ടുണ്ട്. അത് നമ്മൾ വീണ്ടും ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും പറയാം. ഇത് രണ്ടാമത്തെ വിവാഹമാണ് കഴിക്കുന്നത്. അങ്ങനെ ഇത് അവസാനം രുക്മി മരിച്ചു വീഴുന്നു. ഇതെല്ലാം കണ്ട സമയത്ത് കലിംഗൻ ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ ശത്രുഭാവത്തിൽ വന്നാൽ മാത്രമേ മരിക്കൂ എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഈ ചൂതുകളി കഴിഞ്ഞ സമയത്ത് അവർ ശത്രുവായി കഴിഞ്ഞല്ലോ. അതുകൊണ്ടാണ് ബലഭദ്രസ്വാമിക്ക് കൊല്ലാൻ സാധിച്ചത്, അല്ലെങ്കിൽ സാധിക്കുമായിരുന്നില്ല. ശത്രുഭാവത്തിൽ വന്നാൽ മാത്രമേ നീ മരിക്കുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ബലഭദ്രസ്വാമി അദ്ദേഹത്തെ വരിച്ചു. ഇത് ബാണൻ്റെ മകളാണ് ഉഷ. അത് ഞാൻ പറഞ്ഞു. അനിരുദ്ധൻ ഉഷയെ വിവാഹം ചെയ്തു. ബാണൻ്റെ മകളാണ് ഉഷ. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഞാൻ വീണ്ടും നമുക്ക് വരും, ഇതെല്ലാം വരും. അപ്പോൾ പറയാം. നമസ്കാരം, നന്ദി. ശ്രദ്ധിച്ച് കേൾക്കുക. എത്ര കേട്ടാലും അത്ര വേഗം മനസ്സിലാവുന്നതല്ല ഇത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ഇത്രത്തോളം കേട്ടതിന് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. നമസ്കാരം.